നമ്മോടൊപ്പം ബെന്യാമിൻ ചേരുകയാണ്. ഞാൻ ഇതുവരെ ഇന്റർവ്യൂ എടുത്തില്ല, കാരണം സിനിമ കണ്ടിട്ട് എടുക്കുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇന്നിപ്പോ സിനിമയ്ക്ക് മുമ്പൊന്നും ഒരു 2 മിനിറ്റ് സംസാരിക്കാന്ന് ഓർത്താണ്. വളരെ പ്രതീക്ഷ അല്ലെ, വളരെ പ്രതീക്ഷ. എത്ര നാളത്തെ കാത്തിരിപ്പാണ് അല്ലെ. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയിലാണ്. താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, കഥ എഴുതിയ ആളാണ്, ഒരു എക്സ്പീരിയൻസ്. അല്ല, എൻ്റെ ഭാഗ്യം എന്നാണ് ഞാനതിനെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം നമ്മളെഴുതിയ ഒരു കഥയുടെ പിന്നാലെ ഒരു സംവിധായകൻ ഇത്തരത്തിൽ അലയാൻ മനസ്സ് കാണിക്കുക, ഒരു നടൻ അതിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുക എന്നൊക്കെ പറയുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. ഞാനും ആ യാത്രയ്ക്കൊപ്പം അവരോടൊപ്പം ആ ദിവസങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ പ്രോസസ്സിലൂടെയും കടന്നു പോകാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ എൻ്റെ കൂടി, ഞാൻ കഥ എഴുതി കൊടുത്തു മാറി നിന്ന ഒരാളെന്ന നിലയിലല്ല, എൻ്റെ കൂടി സിനിമ എന്ന അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു നിമിഷത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ സ്ട്രഗിൾ മുഴുവൻ അനുഭവിച്ച് മറ്റൊരാട് ജീവിതം അനുഭവിച്ച് തീർത്തിട്ടാണ് അവർ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അല്ല, അത് വലിയൊരു വാക്കാണ്. മറ്റൊരാട് ജീവിതം അനുഭവിച്ച് തീർന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടി എന്നുള്ളതാണ് ആ വാക്കുകളിലുള്ളത്. ഓരോ ദിവസവും പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലൂടെയും കടന്നുപോയ ഒരു സിനിമയാണത്. അത് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ആ ദിവസം മുതൽ തന്നെ എത്രയോ അനേകം പ്രശ്നങ്ങൾ, അതിൽ പലതും നിങ്ങൾ പല ഇൻ്റർവ്യൂകളിലൂടെയും ഡോക്യുമെൻ്ററികളിലൂടെയും ഒക്കെ കണ്ടു കഴിഞ്ഞു എന്നുള്ള, അതിലല്ലാതെ തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ പാതി വഴിയിൽ വെച്ച് നിലച്ചു പോകുമോ, ഉപേക്ഷിക്കപ്പെടുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നപ്പോൾ പോലും അതിനെയെല്ലാം അതിജീവിച്ച് ഇത് സിനിമയാവണമെന്ന ആഗ്രഹത്തോടു കൂടി മുന്നിൽ നടന്ന ബ്ലസ്സി സാർ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തിത്വത്തിൻ്റെ മാത്രം ദൃഢനിശ്ചയത്തിൻ്റെ ഫലമാണിത്. അദ്ദേഹത്തിനാണ് ഇതിനുള്ള എല്ലാ നിങ്ങൾ അംഗീകാരവും കൊടുക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞതല്ല, ഇനി കാണാൻ ഒത്തിരി ഉണ്ട്, പറയാൻ താങ്കൾക്ക് ഒത്തിരി വാക്യമുണ്ടെന്ന് എനിക്കറിയാം. കുറേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇനിയും ബാക്കി വെച്ച കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമ റിലീസിന് ശേഷം നമുക്ക് കാണാം. കാരണം നിങ്ങൾ എല്ലാവരും ഒരു സിനിമ കാണുക, എങ്ങനെയാണ് സിനിമ, നിങ്ങൾ പുസ്തകത്തിൽ വായിച്ച അനുഭവം സിനിമയിൽ പകർന്നു കിട്ടിയിട്ടുണ്ടോ എന്ന അനുഭവം നമുക്ക് സിനിമയ്ക്ക് ശേഷം പങ്കുവെക്കാം. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇനി കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. എന്തായാലും ഇത് തന്നെയാണ്, സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ, അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം ആ സിനിമയിൽ എത്രമാത്രം ഫലിച്ചു എന്ന് കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. സിനിമ റിലീസാവുകയാണ് ഇന്ന്, ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം. എന്ത് തോന്നുന്നു? ഇപ്പോൾ സന്തോഷം തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഇത്രയും ആൾക്കാരെ കണ്ട് ഒരുവട്ടമൊക്കെ സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഒക്കെ ഒരു അവസരം തന്നത് ഈ ആടുജീവിതം എന്ന നോവൽ കൊണ്ടാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇനി ഇതിന് ഉയരത്തിലേക്ക് പോകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലൊരു സങ്കടം നിറഞ്ഞ നിമിഷവും കൂടിയാണെന്ന് അറിയാം നമുക്ക്. സങ്കടം കൊണ്ടുള്ള നിമിഷമാണെങ്കിലും ആ സങ്കടം ഒരു നിമിഷം മാറ്റിവെച്ചിട്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ വന്നതാണ്. അവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ വന്നതാണ്. ഞാൻ വരാതിരുന്നായിരുന്നു. നിങ്ങളുടെ ഫാമിലികൾ ആരും വന്നിട്ടില്ല. അവരൊക്കെ ഇനി ഒരു ദിവസത്തിൽ കാണാമെന്ന് വെച്ച് പിന്നീട് കാണാമെന്ന് തീരുമാനിച്ചു. അതെ, പിന്നീട് കാണാമെന്ന് തീരുമാനിച്ചു. ഈ സിനിമ കുറച്ച് ഭാഗമൊക്കെ താങ്കൾ കണ്ടിരുന്നു എന്ന് നജീബ് അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഫുള്ള് കാണുമ്പം മനസ്സിലുണ്ടാകുന്ന ഒരു അല്ലേ? അതെ, ഫുള്ള് കാണുമ്പോൾ മനസ്സിനകത്ത് താങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചോ പറയാം. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നജീബ് താങ്ക് യു. ജീവിതം ഇന്ന് സ്ക്രീനിൽ വെള്ളിത്തിരയിൽ തെളിയുകയാണ്. അതെ, അതിപ്പോൾ സ്ക്രീനിൽ എല്ലാവരും കാണട്ടെ. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോളും. തീർച്ചയായിട്ടും ഇതാണ് നജീബ് പറയാനുള്ളത്. ഇത് സ്ക്രീനിൽ വലിയ സങ്കടത്തിൻ്റെ നിമിഷമാണ്. അദ്ദേഹത്തിന് ഒരു കുടുംബത്തിൽ നഷ്ടം സംഭവിച്ച ദിവസമായിട്ട് പോലും ഇന്ന് വരുന്നതെങ്കിൽ എല്ലാവരും നിർബന്ധം കൊണ്ട് വരുന്നതാണ്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് കാണുന്ന ആഗ്രഹിച്ച പക്ഷം അതും അദ്ദേഹത്തിന് ഭാഗ്യം കടാക്ഷില്ല. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. Well, I came because I'm a part of this film. I am making the role of Kafil, the villain of the film. And inshallah you will see me in the theater. Do you see Prithviraj? Me and Prithviraj and others in this film, inshallah. You tell me, Blassi. Blassi is a big director. He's my master. And I'm very happy, very glad to work on this film with Mr. Blassi and Prithviraj and others. I hope this film, everybody will enjoy this film. And I think this is, as per most I say, that this is my gate pass to the international world. And I'm very happy to be in Kerala with the Malayalam film. You tell me Malayalam. Malayalam, I know only... No. In the cinema release. You tell me, in the cinema release.
No, no, it is too much. The Malayalam films. No. I will you tell me. ഇന്ന് എൻ്റെ സിനിമ റിലീസാണ് ആടുജീവിതം. എൻ്റെ സിനിമ റിലീസാണ് ആടുജീവിതം. എൻ്റെ സിനിമ റിലീസ് ആടുജീവിതം. എല്ലാവരും വരണം. എല്ലാവരും വരണം. It is very difficult for me. എല്ലാവരും വരണം. I know part of them. Okay. Last one. അറബി പോലോ. Yeah. I'm very الحمد لله أنا سعيد جدا بوجودي في هذا الفيلم حياة الماعز وفي وجودي أيضا في كيرلا في كوتشا. No be release Oman. Inshallah we are trying to release the film there also. UAE only. We are let it finish there, then we will shift it to Oman inshallah. Okay. Inshallah. Thank you very much. Thanks. എന്തായാലും വലിയ സന്തോഷത്തിലാണ്. ഇദ്ദേഹം ഒമാൻ പൗരനാണ്. അദ്ദേഹം പറയുന്നത് എല്ലാവരും സിനിമ കാണണം. ബ്ലസ്സി ഒരു വലിയ ഡയറക്ടറാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സിനിമ കാണാൻ എല്ലാവരും എത്തണമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.